Hi friends, T-Square പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ്. ഫോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽമിയുടെ 8 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. അതിൻ്റെ അൺബോക്സിംഗ് പിന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത് ദീർഘിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. ആദ്യമായിട്ട് നമ്മുടെ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബോക്സിൻ്റെ പുറത്തായിട്ട് നമ്മുടെ റിയൽമി 8 Pro എന്നിവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് സൈഡത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ വില, ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെ കണ്ടൻറ്റുകളുണ്ട് തുടങ്ങി അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ സൈഡ് വൈസ് നോക്കുകയാണെങ്കിൽ റിയൽമി 8 Pro എന്ന് എഴുതിയിട്ടുണ്ട്. ഈ രണ്ട് സൈഡിലും അങ്ങനെ തന്നെയാണ്. ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ അതെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ഇൻഫിനിറ്റി ബ്ലൂ എന്ന് പറഞ്ഞ വേരിയൻ്റാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇത് 8GB RAM 128GB ROM ഉള്ള ഒരു വേർഷനാണ്. ആ ഒരു വേരിയൻ്റാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. സോ അങ്ങനെ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ആൻഡ്രോയിഡിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ സവിശേഷത നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാൻ എന്തായാലും 108 MP അൾട്രാ ക്വാഡ് ക്യാമറയാണ് വന്നിട്ടുള്ളത്. ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വന്നിട്ടുള്ളത്. സ്നാപ്ഡ്രാഗൺ 720G പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അത്തരത്തിൽ ഡിസ്പ്ലേ, ബാറ്ററി പോലുള്ള അതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. സോ നമുക്ക് നമ്മുടെ ബോക്സ് ഒന്ന് തുറന്ന് നോക്കി നോക്കാം. അതുമായിട്ട് നമ്മുടെ ബോക്സിൽ ഇത് വന്നിട്ടുണ്ട്. എ ഗ്രേറ്റ് സ്റ്റോറി സിൻസ് ദ ഫസ്റ്റ് ലീപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ റിയൽമിയുടെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തായിട്ട് നമ്മുടെ സിം ഇജക്ടർ ടൂളോടെ ഈ ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നോക്കുകയാണെങ്കിൽ ഒരു ബാക്ക് പൗച്ച് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ വന്നിട്ടുണ്ട്, ഫോണിൽ യൂസ് ചെയ്യാൻ പാകത്തിൽ. പിന്നെ നോക്കുകയാണെങ്കിൽ റിയൽമിയുടെ ഒരു സേഫ്റ്റി ഗൈഡ് വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ അതിൻ്റെ വാറൻറ്റി കാർഡ്, ബില്ല് പോലുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. സോ അത്രയാണ് ഈ ഒരു ആദ്യ ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത് പറയാൻ സാധിക്കും. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ മൊബൈൽ ഫോണാണ്. നമുക്ക് അതിലേക്ക് എന്തായാലും വരാം. ചാർജറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 65 വാട്ടിൻ്റെ ഒരു സൂപ്പർ ഡാർട്ട് ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു ഫോണിൻ്റെ കൂടെ വന്നിട്ടുള്ളത് പറയാനായിട്ട് സാധിക്കും. കേബിൾ നോക്കുകയാണെങ്കിൽ USB-C ടൈപ്പ് കേബിളുമാണ് ഈ ഒരു ഫോണിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. സോ അത്രയാണ് ഈ ഒരു ബോക്സിലെ കണ്ടായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കാം. അടുത്തിട്ട് നമ്മുടെ ഫോണിലേക്ക് വരാം. ഓക്കെ, ഫോൺ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും നമ്മൾ മേടിച്ചിരിക്കുന്നത് വേരിയൻ്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയൻ്റാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ഒരു സ്റ്റൈലിഷ് ഡിസൈനാണ് ആക്ച്വലി വന്നിട്ടുള്ളത്. ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡായിട്ട് വന്നിട്ടുള്ളത്. എങ്കിലും കുഴപ്പമില്ല, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു ഫോണാണെന്ന് പറയാനായിട്ട് സാധിക്കും. വളരെ ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയാൻ സാധിക്കും. പിന്നെ ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രണ്ടിൽ നമ്മുടെ ഫ്രണ്ട് ക്യാമറ വന്നിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫ്രണ്ട് ക്യാമറ വന്നിട്ടുള്ളത്. ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് നമ്മൾ കാണാനായിട്ട് സാധിക്കും. മറ്റ് റിയൽമി ഫോണുകളിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ഡിസൈനിലൊക്കെ തന്നെ. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം, ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ. ഒരു ഡയറക്റ്റ് ലീപ്പ് എന്ന് ഈ ഒരു ഭാഗത്തായിട്ട് എഴുതിയിട്ടുണ്ട്. റിയൽമിയുടെ ഒരു ബ്രാൻഡിങ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. സോ അതാണ് ബാക്ക് സൈഡിലായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ സൈഡ് വൈസ് നോക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ പറയാൻ സാധിക്കും നമ്മുടെ പവർ ബട്ടൺ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബട്ടൺസ് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. അടുത്ത സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ നമുക്ക് സിം വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിം ട്രേ ആണ് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. സോ അതാണ് ലെഫ്റ്റ് സൈഡത്തെ കാര്യം പറയുന്നത്. ഇനി താഴെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഓഡിയോ ജാക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. 3.5 ഇഞ്ചിൻ്റെ ഒരു ഓഡിയോ ജാക്ക് വന്നിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മൈക്രോഫോൺ USB-C ടൈപ്പ് പോർട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചാർജ് ചെയ്യുന്നതിനും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊക്കെ തന്നെ നമ്മുടെ സ്പീക്കർ ഗ്രില്ലും ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. 2 സ്പീക്കറാണ്, ഒരു സ്പീക്കർ ഇവിടെയും ഒരു സ്പീക്കർ ഈ ഒരു ഭാഗത്തായിട്ടാണ് വന്നിട്ടുള്ളത്. അത്രയാണ് ഈ ഒരു ഫോണിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പറയാനായിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ബോക്സ് അൺബോക്സ് ചെയ്തു, അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോണിൻ്റെ അപ്പിയറൻസിനെ കുറിച്ചൊക്കെ തന്നെ പറഞ്ഞു. പിന്നെ സ്പെസിഫിക്കേഷൻ ലെവലിലെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ പ്രൊസറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ Qualcomm Snapdragon 720G എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസസ്സറാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അറിയാം 720G എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു മികച്ച പ്രൊസസ്സർ തന്നെയാണ് 720G എന്ന് പറയാൻ സാധിക്കും. സോ ആ ഒരു പ്രൊസസ്സർ തന്നെയാണ് ഈ ഒരു ഫോണിൽ യൂസ് ചെയ്തിട്ടുള്ളത് പറയാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല ഗെയിമിംഗ് ഒക്കെ തന്നെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു നല്ല പ്രൊസസ്സർ തന്നെയാണ് 720G എന്ന് പറയുന്നത്. സോ അതാണ് പ്രൊസസ്സറിൻ്റെ കേസ് പറയാനായിട്ടുള്ളത്. ഇനി വേരിയൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇൻറ്റേർണൽ മെമ്മറിയുടെ കേസ് നോക്കുകയാണെങ്കിൽ 128GB ആണ് വേരിയൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ റാമിലാണ് ഒരു വ്യത്യാസമുള്ളത്. 8GB റാമിലും 6GB റാം, അങ്ങനെ 2 രീതിയിൽ നമുക്ക് ഈ ഒരു ഫോൺ അവൈലബിൾ ആണ്. ഇനി കളറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റി ബ്ലൂ, ഇൻഫിനിറ്റ് ബ്ലാക്ക്, പിന്നെ ഇലുമിനേറ്റിംഗ് യെല്ലോ എന്നിങ്ങനെ 3 കളർ വേരിയൻറ്റ്സ് നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇൻഫിനിറ്റി ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വേരിയൻ്റ് ആണ്. ഇതിൽ 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും 8GB റാമുമാണ് ഈ ഒരു വേരിയൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെങ്കിൽ 6.4 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ മികച്ച ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഈ റിഫ്രഷ് റേറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 60 Hz റിഫ്രഷ് റേറ്റ് ആണ് ഡിസ്പ്ലേയിൽ വന്നിട്ടുള്ളത്. എന്നാൽ ടച്ച് സാമ്പിളിംഗ് റേറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 180 Hz ആണ് വന്നിട്ടുള്ളത് പറയാൻ സാധിക്കും. സോ ഹൈലി റെസ്പോൺസീവ് ആയിട്ടുള്ള ടച്ച്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഹൈലി റെസ്പോൺസീവ് ആയിട്ടുള്ള ടച്ചാണ് അല്ലെങ്കിൽ ടച്ച് സ്ക്രീൻ ആണെങ്കിൽ അവൈലബിൾ ആയിട്ടെന്ന് പറയാൻ സാധിക്കും. സോ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റേറ്റ് ആണ് വന്നിട്ടുള്ളതെന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പീക്ക് ബ്രൈറ്റ്നസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 1000 nits ആണ് പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് ഈ ഒരു ഫോണിൻ്റെ അകത്ത്
വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ HM2 സെൻസർ ഉൾപ്പെട്ടിട്ടുള്ള 108 മെഗാ പിക്സലിൻ്റെ ഒരു ക്വാഡ് ക്യാം സെറ്റപ്പാണ് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത് പറയാൻ സാധിക്കും. 4 ക്യാമറ അതിൽ അവൈലബിൾ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ പ്രൈമറി സെൻസറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 108 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറാണ് വന്നിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വന്നിട്ടുണ്ട്, 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസ് വന്നിട്ടുണ്ട്, പിന്നെ ഒരു 2 മെഗാ പിക്സലിൻ്റെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെൻസും വന്നിട്ടുണ്ട്. സോ അതാണ് ഇതിൻ്റെ അകത്തുള്ള ക്യാമറ സെറ്റപ്പിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ ഫോട്ടോ ഒക്കെ നല്ല ഹൈലി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസ് 108 മെഗാ പിക്സലിൽ നമുക്ക് അവൈലബിൾ ആണ്. സോ ഹൈലി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്തിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി വീഡിയോയുടെ കേസ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് തന്നെയാണ് Realme 8 Pro നമുക്ക് പറയാനായിട്ട് സാധിക്കും. US വീഡിയോ സ്റ്റെബിലൈസേഷനൊക്കെ തന്നെ ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണെന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി വീഡിയോ കേപ്പബിലിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 4K നമുക്ക് 30 ഫ്രെയിമിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഫുൾ HD കേസ് നോക്കുകയാണെങ്കിൽ 60, 30 പോലുള്ള ഫ്രെയിം റേറ്റുകൾ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഡിഫറൻറ്റ് സ്ലോ മോഷൻ മോഡുകൾ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. 120 ഫ്രെയിംസ്, 120 FPS, പിന്നെ 480, 960 പോലുള്ള ഡിഫറൻറ്റ് ഫ്രെയിം റേറ്റുകൾ നമുക്ക് സ്ലോ മോഷൻ ഈ ഒരു ഫോണിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതാണ് വീഡിയോ കേപ്പബിലിറ്റിയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ടൈം ലാപ്സ് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. നമ്മുടെ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് ടൈം ലാപ്സ് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഫ്രണ്ട് ക്യാമറയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറയുടെ കേസ് നോക്കുകയാണെങ്കിൽ സെൽഫി ക്യാമറയുടെ കേസ് നോക്കുകയാണെങ്കിൽ 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറാണ് വന്നിട്ടുള്ളത്. ഇൻ ഡിസ്പ്ലേ സെൻസറാണ് ഈ ഒരു ഇൻ ഡിസ്പ്ലേ ക്യാമറയാണ്, ഒരു ഫ്രണ്ട് ക്യാമാണ് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിൻ്റെ വീഡിയോ കേപ്പബിലിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 30 ഫ്രെയിം വരെ ഫുൾ HD 30 ഫ്രെയിം വരെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. HD അത് 30 ഫ്രെയിമിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. 120 ഫ്രെയിമിലുള്ള സ്ലോ മോഷൻ മോഡ് നമുക്ക് അവൈലബിൾ ആണ്. 50 വാട്ടിൻ്റെ ഒരു സൂപ്പർ ഡാർട്ട് ചാർജ് അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോണാണ് നമ്മുടെ Realme 8 Pro നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ 4500 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഡീസൻറ്റ് ബാറ്ററി ലൈഫ് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ കൂടെ വന്നിട്ടുള്ളത് പറയാനായിട്ട് സാധിക്കും. ആസ് യൂഷ്വൽ USB-C ടൈപ്പ് കേബിളാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ വന്നിട്ടുള്ളത്. നമ്മുടെ മൈക്രോ ഒക്കെ വിട്ടു USB-C ടൈപ്പാണ് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത് പറയാനായിട്ട് സാധിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 65 വാട്ടിൻ്റെ ഒരു ചാർജറാണ് നമുക്ക് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ടുള്ളത്. എങ്കിലും ഈ ഫോണിൽ 50 വാട്ട് ചാർജാണ് സപ്പോർട്ട് ചെയ്യുള്ളൂ.